മുരളിയുടെ കഥാപാത്രമായ കൊച്ചുരാമനെ കെട്ടിപ്പിടിച്ച് മമ്മൂട്ടിയുടെ അച്ചൂട്ടി ഇങ്ങനെ പറയുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ ഹൃദയം നുറങ്ങും. മകൾക്കായി സ്വപ്നം കാണുന്ന ഒരു അച്ഛന്റെ വികാരനിർഭരമായ കഥ പറഞ്ഞ അമരത്തിൽ അച്ചൂട്ടിയെ അറിയാത്തവരാരുമില്ല. കിരീടത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രം സേതുമാധവനോട് തിലകൻ കത്തി താഴെയിടാൻ പറയുന്ന സീനും മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ജീവൻ നൽകിയ, മനുഷ്യരുടെ ജീവിതം സിനിമയാക്കിയ കഥാകാരൻ, സാധാരണക്കാരന്റെ വേദനയും സന്തോഷവും തിരശീലയിൽ ജീവിപ്പിച്ച എഴുത്തുകാരൻ, മലയാള സിനിമയുടെ ഹൃദയമിടിപ്പായ സംവിധായകനും തിരക്കഥാകൃത്തുമായ അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന AK ലോഹിതദാസ് വിടവാങ്ങിയിട്ട് ഇന്ന് 17 വർഷം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില പേരുകൾ കാലം മായ്ക്കില്ല. അത്തരത്തിലൊരു പേരാണ് ലോഹിതദാസ്. ഒരു സംവിധായകന്റെയോ തിരക്കഥാകൃത്തിന്റെയോ പേര് മാത്രമല്ലായിരുന്നു, മറിച്ച് മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കിയ ഒരു കലാകാരന്റെ പേരാണ് ലോഹിതദാസ്. സാധാരണ മനുഷ്യരുടെ ജീവിതവും അവരുടെ സന്തോഷവും വേദനയും പ്രതീക്ഷകളും നിരാശകളും അത്രമേൽ യാഥാർത്ഥ്യത്തോടെ തിരശീലയിൽ പകർത്തിയ കഥാകാരനായിരുന്നു അദ്ദേഹം. ഭരതനും MTക്കും പത്മരാജനും ശേഷം മലയാള സിനിമയിൽ ശക്തമായ തിരക്കഥകൾ സംഭാവന ചെയ്ത എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ചെറുകഥകൾ എഴുതിക്കൊണ്ട് കഥകളുടെ മായാലോകത്തേക്ക് എത്തിയ ലോഹി തോപ്പിൽ ബാസിയുടെ നേതൃത്വത്തിലുള്ള KPSCക്ക് വേണ്ടി 1986 നാടകരചന നിർവഹിച്ചുകൊണ്ട് മലയാള നാടകവേദിയിലേക്ക് പ്രവേശിക്കുന്നു. സിന്ധു ശാന്തമായി ഒഴുകുന്നു ആയിരുന്നു ആദ്യ നാടകം. ഈ നാടകത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു. ഇതിന്റെ സാമ്പത്തിക വിജയവും നിരൂപക ശ്രദ്ധയും കൊണ്ട് വീണ്ടും ഒരുപാട് നാടകങ്ങൾക്ക് ലോഹിയുടെ തൂലിക ചലിച്ചു. അങ്ങനെ നാടകങ്ങളിൽ ശ്രദ്ധേയനായ ലോഹിതദാസിനെ മലയാള സിനിമയിലേക്ക് നയിച്ചത് നടൻ തിലകനാണ്. സംവിധായകൻ സിബി മലയിലിന്റെ ആദ്യ ചിത്രം. സിനിമയ്ക്കായി കഥ എഴുതാൻ ഒരു പുതിയ എഴുത്തുകാരനെ നിർമ്മാതാവും സംവിധായകനും അന്വേഷിക്കുന്നു. അങ്ങനെ 1987 മമ്മൂട്ടി നായകനായ തനിയാവർത്തനം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ട് ലോഹിതദാസ് മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. പാരമ്പര്യമായി ലഭിച്ച ഭ്രാന്തിൽ ഉഴലുന്ന ബാലൻ മാഷ് എന്ന കഥാപാത്രത്തിന് ജന്മം നൽകിയ ലോഹിയുടെ തിരക്കഥ മലയാള സിനിമാ ലോകത്ത് പുതിയൊരു അനുഭവമായിരുന്നു. തന്റെ ഒരു സുഹൃത്തിൽ നിന്നുമാണ് തനിയാവർത്തനത്തിന്റെ കഥ ലഭിക്കുന്നതെന്നൊരിക്കൽ ലോഹിതദാസ് പറഞ്ഞിട്ടുണ്ട്. കഥ അന്വേഷിച്ച് നടക്കുന്ന നാളിൽ മനോരോഗിയായി തന്റെ അധ്യാപകനെ കാണാൻ ആശുപത്രിയിൽ പോകുന്ന സുഹൃത്തിനെ കാണാൻ ഇടയായി. അത് ലോഹിയുടെ മനസ്സിനെ പിടിച്ചുകുലുക്കി. അങ്ങനെ ബാലൻ മാഷിനെ ലോഹി തന്റെ തൂലികയിൽ സൃഷ്ടിച്ചു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനമായിരുന്നു തനിയാവർത്തനത്തിലെ ബാലൻ മാഷ്. ചിത്രം സാമ്പത്തിക വിജയം കൂടി നേടിയതോടെ സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ നിന്ന് ദശരഥം, കിരീടം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, ധനം, കമലദളം, ചെങ്കോൽ പോലെയുള്ള പ്രശസ്തമായ സിനിമകളും പിന്നീട് പിറവികൊണ്ടു. ഇതിനിടയിൽ 1997 മമ്മൂട്ടിയെ നായകനാക്കി ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കും ലോഹിയുടെ മാന്ത്രിക ജാലകം തുറന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു ആക്ടർ ഡയറക്ടർ ക്രാഫ്റ്റാണ് ഭൂതക്കണ്ണാടി. ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരവും ആദ്യ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടി മലയാള സിനിമയ്ക്ക് പുതിയൊരു അനുഭവം അദ്ദേഹം സമ്മാനിച്ചു. അതിനുശേഷം ഒട്ടേറെ മറ്റു ചിത്രങ്ങൾ. സംവിധായകനായി ജോക്കർ, സൂത്രധാരൻ, ഓർമ്മച്ചെപ്പ്, കന്മദം, അരയന്നങ്ങളുടെ വീട്, ചക്രം, കസ്തൂരിമാൻ. തിരക്കഥാകൃത്തായി അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച സിനിമകൾ ഇന്നും തലമുറകൾക്കപ്പുറം സംസാരിക്കപ്പെടുന്നു. അമരം, വെങ്കലം, തൂവൽ കൊട്ടാരം, വാത്സല്യം, കമലദളം, കൗരവർ, സസ്നേഹം, കുട്ടേട്ടൻ, മൃഗയ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ തൂലികയുടെ മാന്ത്രികത. ലോഹിതദാസ് സിനിമകൾ വെറും കഥകളായിരുന്നില്ല, അവ നമ്മുടെ ജീവിതങ്ങളായിരുന്നു. നമ്മുടെ വീടുകളും ബന്ധങ്ങളും സ്വപ്നങ്ങളും തോൽവികളും കണ്ണീരും പ്രതീക്ഷകളും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു. നായകനും വില്ലനും എന്ന അതിർവരമ്പുകൾക്കപ്പുറം സാഹചര്യങ്ങളാൽ രൂപപ്പെടുന്ന സാധാരണ മനുഷ്യരെയാണ് അദ്ദേഹം കഥാപാത്രങ്ങളാക്കിയത്. തനിയാവർത്തനത്തിലെ ബാലൻ മാഷ്, ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരൻ, അമരത്തിലെ അച്ചൂട്ടി, ഭരതത്തിലെ ഗോപിനാഥൻ, കന്മദത്തിലെ ഭാനു, കിരീടത്തിലെ സേതുമാധവൻ തുടങ്ങി ഓരോ കഥാപാത്രങ്ങളും മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളായിരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ മാത്രം ഒതുങ്ങിയില്ല ലോഹിതദാസ്. നടനായും അദ്ദേഹം ചില ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി. തന്റെ കഥകളിലെ മനുഷ്യരുടെ ആത്മാവിനെ അദ്ദേഹം അഭിനയത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. മമ്മൂട്ടിക്ക് വിദ്യാധരനെയും ബാലൻ മാഷിനെയും വാറുണ്ണിയെയും നൽകിയ എഴുത്തുകാരൻ, മോഹൻലാലിന് സേതുമാധവനെയും രാജീവ് മേനോനെയും നൽകിയ കഥാകാരൻ, മഞ്ജു വാര്യരെയും മീര ജസ്മിനെയും സംയുക്ത വർമ്മയെയും പോലെയുള്ള പ്രതിഭകളെ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ. അദ്ദേഹം വെറും ഒരു തിരക്കഥാകൃത്ത് മാത്രമായിരുന്നില്ല, മലയാളികളുടെ ജീവിതം വായിച്ചെടുത്ത ഒരു മനുഷ്യനായിരുന്നു. ലോഹിതദാസ് സിനിമകളെക്കുറിച്ച് ഒരു പൊതുവായ വിലയിരുത്തൽ ഇങ്ങനെ പറയപ്പെടാറുണ്ട്: അദ്ദേഹത്തിന്റെ കഥകളിൽ നായകനില്ല, മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അദ്ദേഹത്തെ മലയാള സിനിമയിലെ ഇതിഹാസമാക്കിയത്. കഥകൾ അവസാനിച്ചേക്കാം, പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ വായിച്ച കഥാകാരൻ ഒരിക്കലും മറയില്ല.